മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ കപ്പൽ ദുരന്തം ഇത് ഇപ്പോൾ താൽക്കാലികമായിട്ട് സംഭവിക്കുന്നതിനേക്കാളും ഇതിൻ്റെ അനന്തരഫലം അടുത്ത തലമുറയാണ് അനുഭവിക്കാൻ പോകുന്നത്. കടലിന് പരിചരണം ആവശ്യമുണ്ട്, അതോടൊപ്പം തന്നെ നിയന്ത്രണം വേണം, അതോടൊപ്പം തന്നെ ഇത് സംരക്ഷിക്കുകയും വേണം. പക്ഷേ ഇത് മൂന്നും നടക്കണം ഈ സമയത്ത്. അതിനുവേണ്ടിയുള്ള ഒരു നടപടിയും ഇതുവരെ തുടങ്ങിയിട്ടില്ല. കപ്പൽ വരുമ്പോഴുള്ള സൈറൺ മുഴക്കുന്നില്ല, അതിൻ്റെ കപ്പൽ പാത ഏതാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ കസ്റ്റംസ് സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ കപ്പലുകൾ വരുന്നു, കണ്ടെയ്നർ ഇറക്കുന്നു, കണ്ടെയ്നർ കൊണ്ടുപോകുന്നു. ഇതിലെന്താ വരുന്നതെന്ന് ആർക്കറിയാം? പോർട്ട് വന്ന് ഇവിടെ വികസനമായെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല. ഇത് മത്സ്യത്തൊഴിലാളികളുടെ നേരെ നടക്കുന്ന ഏറ്റവും ക്രൂരമായ അതിക്രമമാണ്. നമസ്കാരം. MSC എൽസാത്രി എന്ന കപ്പൽ അപകടത്തെ തുടർന്ന് മത്സ്യമേഖലയും മത്സ്യത്തൊഴിലാളികളും തീരദേശവും ഒന്നാകെ ആശങ്കയിലാണ്. ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ മത്സ്യത്തൊഴിലാളികളും മത്സ്യ സമ്പദ്ഘടന നേരിടുന്ന അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്ത് വന്നിരുന്നു. എന്തായാലും ഈ കണ്ടെയ്നറുകൾ ഈ കടലിൽ കിടക്കുന്നത്, അതുകൂടാതെ ഈ പെല്ലറ്റുകളെല്ലാം തന്നെ തീരപ്രദേശത്ത് അടിഞ്ഞുകൂടുന്നതെല്ലാം തന്നെ മത്സ്യഘടനയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് തീരദേശവാസിയും മത്സ്യത്തൊഴിലാളിയും ആക്ടിവിസ്റ്റ് കൂടിയായ മേഴ്സി അലക്സാണ്ടർ. നിലവിലുണ്ടായ ഈ കപ്പൽ ദുരന്തം ഈ തീരദേശത്തെ ഈ മത്സ്യത്തൊഴിലാളികളെയും ഏത് രീതിയിലാണ് വരുന്ന ആളുകളിലും നിലവിലും ഇപ്പോൾ ബാധിക്കുക? ഞങ്ങളെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ കപ്പൽ ദുരന്തം ഇത് ഇപ്പോൾ താൽക്കാലികമായിട്ട് സംഭവിക്കുന്നതിനേക്കാളും ഇതിൻ്റെ അനന്തരഫലം അടുത്ത തലമുറയാണ് അനുഭവിക്കാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ ഈ കപ്പലിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ഇന്ന് വരെ നീക്കം ചെയ്തിട്ടില്ല പൂർണ്ണമായിട്ടും. കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൊഴിലിന് പോകുന്ന ഇപ്പോൾ ആലപ്പുഴയായിരുന്നാലും തിരുവനന്തപുരത്തായിരുന്നാലും കൊല്ലത്തായിരുന്നാലും മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ ആണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ വലകൾ, അതോടൊപ്പം തന്നെ അവരുടെ മത്സ്യബന്ധനത്തിന് കൊണ്ടുപോകുന്ന ഉപകരണങ്ങൾ, വള്ളമായിരുന്നാലും കട്ടമരമായിരുന്നാലും ഒക്കെ ഈ കണ്ടെയ്നറുകളിൽ തട്ടി നശിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനായിട്ട് സംവിധാനമില്ല ഇവിടെ. ആ സംവിധാനങ്ങൾ എന്തുകൊണ്ട്? ഇവിടെ അദാനിയുടെ പോർട്ടിൽ ഇഷ്ടം പോലെ ക്രെയിനുകളുണ്ടല്ലോ. ആ ക്രെയിനുകൾ കൊണ്ട് കടലിലിറക്കി എന്തുകൊണ്ട് ആ കണ്ടെയ്നറുകൾ മാറ്റുന്നില്ല അവിടെ നിന്ന്? രണ്ടാമത് ഇപ്പോൾ ഈ ഇതിൻ്റെ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അത് മുഴുവൻ കടലിന് കരയിലോട്ട് വരും. താൽക്കാലികമായിട്ട് ആദ്യത്തെ ഒരാഴ്ച കുറേ തൊഴിലാളികളെ ഇറക്കി അവർക്ക് കൂലി കൊടുത്തുകൊണ്ട് അത് നീക്കം ചെയ്തു. പക്ഷേ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. കടൽ തീരത്ത് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കടലടിച്ച് വീണ്ടും കടലിലോട്ട് പോവുകയാണ്. ഇത് കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ മുഴുവൻ നശിപ്പിക്കും. നമുക്കറിയാം, ഇപ്പോൾ കരയിൽ കാടുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ കടലിൻ്റെ അടുത്തിട്ട് കാടാണ്. ചെറു സസ്യങ്ങളും അതോടൊപ്പം തന്നെ പാറകളുമൊക്കെയുള്ള മത്സ്യങ്ങളുടെ ആവാസ കേന്ദ്രമാണത്. അത് മുഴുവൻ ഈ പെല്ലറ്റുകൾ കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സർക്കാർ അടിയന്തരമായിട്ടും ഇതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. കടലിൻ്റെ ആവാസ വ്യവസ്ഥ നമ്മൾ പറയുന്നത് കടലിന് പരിചരണം ആവശ്യമുണ്ട്, അതോടൊപ്പം തന്നെ നിയന്ത്രണം വേണം, അതോടൊപ്പം തന്നെ ഇത് സംരക്ഷിക്കുകയും വേണം. പക്ഷേ ഇത് മൂന്നും നടക്കണം ഈ സമയത്ത്. അതിനുവേണ്ടിയുള്ള ഒരു നടപടിയും ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി സർക്കാർ ഈ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിക്കണം. കേസ് കൊടുത്തു. ആ കേസിൽ കമ്പനി പറഞ്ഞത് കേട്ടുകൊണ്ട് ഹൈക്കോടതി ആ കേസ് നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അടിയന്തരമായിട്ടും ഇതിനുള്ള എല്ലാ പഠനങ്ങളും നടത്തിക്കൊണ്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണം. കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിക്കണം. ഈ നഷ്ടപരിഹാരം കിട്ടിയാലും കടലിൻ്റെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കണം. അതാണ് ഇപ്പോൾ പറയുന്നത്. ഇവിടെ അയലയുടെ വംശനാശം, മുട്ടകൾ മുഴുവൻ നശിച്ചു ഈ സമയത്ത്. അത് കുഫോസൊക്കെ നടത്തിയ പഠനത്തിൽ നിന്ന് അത് പുറത്തു വന്നിരിക്കുകയാണ്. അയലകളുടെ മുട്ടകൾ മുഴുവൻ ഈ ഓയിൽ മാത്രമല്ല, ഈ പെല്ലറ്റുകളുടെയൊക്കെ കൊണ്ട് അതിൻ്റെ ഉപരിതലത്തിൽ വളരുന്ന ജീവിയാണത്. അതിൻ്റെ മുട്ടകൾ മുഴുവൻ നശിച്ചിരിക്കുകയാണ്. അപ്പോൾ അയലകളുടെ വംശനാശം സംഭവിക്കുകയാണ്. മത്തിയും അത് തന്നെയാണ്. മത്തീന് കേരളത്തിൻ്റെ കടലിലോട്ട് വരുമോ അത് മറ്റ് തീരത്തേക്ക് അത് കൂടോടെ പറിച്ച് നടപ്പെടുകയാണ്. കാരണം അതിന് ഇവിടെ ജീവിക്കുവാനുള്ള സാഹചര്യമില്ല. നമ്മൾ പറയുന്ന മനുഷ്യൻ ജീവിക്കുന്നത് പോലെ തന്നെ ശുദ്ധവായുവും ഒക്കെ അതിനും കിട്ടണം, ഓക്സിജനും കാർബണും ഒക്കെ കിട്ടണം. അതൊന്നും കിട്ടുന്നില്ല ഇന്ന്. അപ്പോൾ ഈ കപ്പൽ അടിയന്തരമായിട്ടും അത്
അവിടെ നിന്ന് മാറ്റുകയും കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ മാറ്റുകയാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. കപ്പലുകളിൽ ഈ കണ്ടെയ്നറുകളിൽ ഈ രാസപദാർത്ഥങ്ങൾ പോലുള്ള ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത് ഈ ഒഴിഞ്ഞ കണ്ടെയ്നറുകളായിരുന്നു കൂടുതലും. ഈ അദാനിയുടെ പോർട്ടിൽ വരുന്ന കണ്ടെയ്നറുകളൊക്കെ സംബന്ധിച്ച് നമുക്ക് സംശയമാണ് എന്താണ് വരുന്നത്. ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ കൊണ്ടുവന്ന് ഇവിടെ ഇത്ര കപ്പലുകൾ വന്ന് ആണ് ഇവിടെ പറയുന്നത്. ഈ കപ്പലിന് വരുന്നതിന് വേണ്ടി തന്നെയുള്ള കപ്പൽചാല ഏതാണെന്ന് ഇന്ന് വരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് തീരക്കടലിലാണ് സംഭവിച്ചിരിക്കുന്നത് ഈ കപ്പലപകടം. അപ്പോൾ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളൊന്നും ഒരുക്കാതെ ഇവിടെ ഇത്ര കപ്പലുകൾ വന്നു എന്ന് പറഞ്ഞങ്ങ് പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകളുടെ ഇടയിൽ ഇവിടെ വികസനമാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സംവിധാനമായില്ല. നേരത്തെ ഫാദർ യൂജിൻ പെരേര പറഞ്ഞ കണക്ക് കപ്പൽ വരുമ്പോഴുള്ള സൈറൺ മുഴക്കുന്നില്ല. അതിൻ്റെ കപ്പൽ പാത ഏതാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ കസ്റ്റംസ് സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ കപ്പലുകൾ വരുന്നു, കണ്ടെയ്നർ ഇറക്കുന്നു, കണ്ടെയ്നർ കൊണ്ടുപോകുന്നു. ഇതിലെന്താ വരുന്നതെന്ന് ആർക്കറിയാം? ഈ വന്ന കപ്പലിൽ ഇപ്പോൾ ഈ പറയുന്ന ഈ മുങ്ങിയ കപ്പലിലും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ താമസിച്ചാണ് പറയുന്നത്. അതിനകത്ത് രാസവസ്തുക്കളുണ്ടായിരുന്നു, പിന്നെ നഡിൽസ് ഉണ്ടായിരുന്നു, അതുകൂടാതെ മറ്റ് പല സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ഈ വരുന്ന കണ്ടെയ്നറിൽ എന്താണെന്ന് ഇവിടെ പോർട്ടിലുള്ളവർക്ക് പോലും അറിയത്തില്ല. അത് അവർ പറയുന്നതാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ വേണം. ചുമ്മാ പോർട്ടെന്ന് പറഞ്ഞ് പോർട്ട് വന്ന് ഇവിടെ വികസനമായെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല. ഇത് മത്സ്യത്തൊഴിലാളികളുടെ നേരെ നടക്കുന്ന ഏറ്റവും ക്രൂരമായ അതിക്രമമാണ്. മത്സ്യത്തൊഴിലാളികളെ ഇല്ലായ്മ ചെയ്യാനാണ്. ഇവിടെ കിടന്ന 28 വർഷമായ കപ്പൽ കൊണ്ടൊന്ന് മുങ്ങിയിട്ട് കമ്പനി നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കും. അതിൻ്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്ന എന്താ? മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ പറ്റത്തില്ല. അവരുടെ ഉപജീവന മാർഗ്ഗമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഉപജീവന മാർഗ്ഗം ഇല്ലാതായി കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ നർമ്മദയിലൊക്കെ സംഭവിച്ചതുപോലെ ഞങ്ങൾ നാടോടികളായിട്ട് മാറേണ്ടി വരും. അതിന് ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല. ഞങ്ങൾ ഇതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തായാലും മേഴ്സി അലക്സാണ്ടർ നമ്മളോട് വ്യക്തമാക്കുന്നത് മത്സ്യഘടനയെ തന്നെ, കടലിൻ്റെ ഘടനയെ തന്നെ ഈ ഒരു കപ്പൽ ദുരന്തം മാറ്റിമറിക്കും. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം വരും വർഷങ്ങളിലായിരിക്കും മത്സ്യത്തൊഴിലാളികളും തീരദേശ പ്രദേശവും എല്ലാം തന്നെ അനുഭവിക്കേണ്ടി വരിക എന്നാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.